പോലീസ് തെറ്റ് ചെയ്താൽ അതിൽ കൃത്യമായ നടപടിയെടുക്കുമെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദത്തോട് എന്താണ് പ്രതികരണം? അല്ല, അഭിലാഷേ, ആ ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പറഞ്ഞു കഴിഞ്ഞ് മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എല്ലാ കാലഘട്ടങ്ങളിലും ഇങ്ങനെ നടപടി ഉണ്ടായിട്ടുണ്ട്, ആ നടപടിയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനും സാധിക്കും, താങ്കൾ വാസ്തവ വിരുദ്ധമായിട്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് അത് നമ്മൾ തമ്മിൽ വ്യക്തിപരമായി പറഞ്ഞു തീർക്കാവുന്ന കാര്യമുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പും എല്ലാ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും കറപ്ഷൻ ചാർജിൻ്റെ അടിസ്ഥാനത്തിൽ മിസ്കണ്ടക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം നടപടിയെടുത്തു. എങ്ങനെയാണ് അഭിലാഷം നടപടിയെടുത്തത്? ഈ പോലീസാണ്, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ പോലീസാണ് മാങ്ങ മുതൽ മാല വരെ മോഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥർ. അതിൽ മാങ്ങ മോഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തു. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി വെച്ച് തലക്കടിക്കാൻ ശ്രമിച്ച, കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ തലക്കടിക്കാൻ ശ്രമിച്ച ഗൺമാൻ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഒപ്പം തന്നെ നടക്കുകയാണ്. അനിൽകുമാർ, അയാൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റായ തൊടുപുഴയിലെ ബിലാൽ, അയാളുടെ കണ്ണിലടിച്ച് 40% കാഴ്ചശക്തി പോയി. ആ പോലീസ് ഉദ്യോഗസ്ഥനെ പുറത്താക്കണമെന്ന് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉത്തരവിട്ടു. എന്നിട്ട് ആ ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? നടപടി എടുത്തിട്ടില്ല. ഇവിടെ ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് നടപടി എടുത്തിട്ടുണ്ടോ? നടപടി എടുത്തിട്ടില്ല. ഇവിടെ ഈ വടക്കാഞ്ചേരി വിഷയവുമായി ബന്ധപ്പെട്ട് നടപടി എടുത്തിട്ടുണ്ടോ? നടപടി എടുത്തിട്ടില്ല. അയാൾക്ക് പ്രമോഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഷിറാസ് ഖാൻ എന്ന് പറയുന്ന ഒരു ജയിൽ ഉദ്യോഗസ്ഥനെ മയക്കുമരുന്ന് കേസിന്റെ പേരിൽ, മയക്കുമരുന്ന് കടത്തിയതിന് ഉപയോഗിച്ചതിന്റെ പേരിൽ എറണാകുളത്തെ പോലീസ് ഉദ്യോഗസ്ഥനെ പുറത്താക്കിയെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്ത നിയമസഭയിൽ ഉത്തരത്തിൽ പറയാണ് അയാൾക്കെതിരെ ആകെ നടക്കുന്ന ഒരു വിജിലൻസ് അന്വേഷണം മാത്രമാണ്, മറ്റൊരു അന്വേഷണവും നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരുടെ നടപടിയൊക്കെ ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് കേരളം കണ്ടതല്ലേ. ഇവിടെ പച്ചയായി രാഷ്ട്രീയ പ്രവർത്തകരെ തലക്കടിക്കുമ്പോൾ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിൽ അതിനെ അനുകൂലിച്ച മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്ത് നടപടിയെടുത്തു എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ 17 കസ്റ്റഡി മരണം. അഭിലാഷ, നിങ്ങൾ കണക്കെടുക്കുമ്പോൾ അതെടുക്കണം. കേരളത്തിന്റെ ചരിത്രത്തിൽ 17 കസ്റ്റഡി മരണം 2016 തൊട്ട് 2024 വരെ കാലഘട്ടത്തിൽ 8 കൊല്ലം നടന്ന മറ്റൊരു ചരിത്രം ഉണ്ടായിട്ടില്ല. 17 കസ്റ്റഡി മരണം. ആരുടെ കാലഘട്ടത്തിലാ? ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലഘട്ടത്തിലാ. ഞങ്ങൾ മാറ്റം കൊണ്ടുവന്നു എന്ന് പറയുന്ന ശ്രീ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ. ഇവിടെ MLA കുറെ അധികം കാര്യം പറഞ്ഞാലോ, അദ്ദേഹവും ഭൂതകാലത്തേക്കിടെ സഞ്ചരിക്കുകയാണ്. ഭൂതകാലം പറയാതെ, ചരിത്രം പറയാതെ വർത്തമാനം പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. NGSR, നിങ്ങൾ കൂത്തുപറമ്പിന്റെ ചരിത്രം ഇപ്പോൾ പറയാത്തെ? കൂത്തുപറമ്പ് വെടിവെപ്പിലെ പ്രധാനപ്പെട്ട കുറ്റക്കാരനെന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പറഞ്ഞത് റവാഡ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചായിരുന്നല്ലോ. അന്ന് നിങ്ങൾ സമരം നടത്തിയല്ലോ, അന്ന് നിങ്ങൾ നിയമസഭയിൽ ഒരുപാട് വാഗ്വാദങ്ങൾ നടത്തിയല്ലോ. ആരാണ് സാർ കേരളത്തിലെ DGP എന്ന്? ഇതേ റവാഡ ചന്ദ്രശേഖരനല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് എന്ത് മഹിമയാണ് സാർ ഇവിടെ പറയാറുള്ളത്? അത് മാത്രമല്ല, രമൺ ശ്രീവാസ്തവ എന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് ശ്രീ നൌഷാദ്, താങ്കൾ DYFI നേതാവായിരുന്നപ്പോ കേരളം ഒട്ടാകെ സമരം നടത്തിയല്ലോ സാർ. എന്നിട്ട് ഇന്ന് ആരാണ് സാർ ആ പിണറായി വിജയന് പോലീസിന് വേണ്ട ഉപദേശം കൊടുക്കാനിരിക്കുന്നത്? അതേ രമൺ ശ്രീവാസ്തവയല്ലേ? അപ്പൊ ചരിത്രം പറയാൻ പോയാൽ ഒരുപാട് ചരിത്രം കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ വർത്തമാനത്തെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിൽ കേരളം മുഴുവൻ കണ്ട ഒരു വിഷയമാണ്. വിഷ്വൽ മുഴുവൻ കേരളം കണ്ടതാണ്. ആ കേരളം കണ്ണിന്റെ മുമ്പിൽ കണ്ട ഒരു വിഷയത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ശിക്ഷാ നടപടി എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഈ ക്രിമിനൽ പോലീസ് സംഘത്തെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ടാണ് അവർക്കെതിരെ നടപടി എടുക്കുന്നത് വരെ ഞങ്ങൾ സമരമുഖത്ത് തന്നെ ആയിരിക്കുമെന്ന് പറയുന്നത്.